സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ ഭ്രമം തുടരുന്നു. പ്രേം ശങ്കർ അറിയാതെ ചിരിച്ചുപോയി. അശ്വതി അത് കേട്ടു. എന്താ അങ്കിൾ ചിരിച്ചത്? മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ച് അയാൾ കസേരയിലേക്ക് ചാരിയിരുന്നു. അച്ചു, നിനക്കിപ്പോൾ എത്ര വയസ്സായി? 17. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. 17 വയസ്സുള്ള പെൺകുട്ടി ഈ ഗഹനമായ കാര്യങ്ങളെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നല്ലോ എന്ന കാര്യം ഓർത്തപ്പോൾ. അങ്കിൾ കളിയാക്കുകയൊന്നും വേണ്ട. ഇത് ഇൻവെസ്റ്റിഗേഷനൊന്നുമല്ല, വെറും കോമൺ സെൻസാണ്. സ്വന്തം അമ്മയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഓർമ്മ വേണം. എൻ്റെ മമ്മിയെ ഞാൻ അറിയുന്നത് പോലെ അങ്കിളിന് അറിയില്ലല്ലോ. അങ്കിളിൻ്റെ നമ്പർ എനിക്കറിയില്ലായിരുന്നല്ലോ. ഞാൻ ആദ്യം ചോദിച്ചത് മമ്മിയോടാ. പക്ഷേ മമ്മി തന്നില്ല. അവൾ പറഞ്ഞു. അതെന്താ? ഞാനൊരു വകതിരിവില്ലാത്തവളാ. തോന്നുമ്പോഴൊക്കെ അങ്കിളിനെ വിളിച്ച് ശല്യപ്പെടുത്തും. അതാണ് മമ്മി പറഞ്ഞ റീസൺ. നീയൊരു വകതിരിവില്ലാത്തവളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അച്ചു? അയാൾ ചോദിച്ചു. എനിക്കങ്ങനെ വിചാരമൊന്നുമില്ല. പക്ഷേ കുറച്ച് കുരുത്തക്കേടുകളും കുസൃതിത്തരങ്ങളുമൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നെനിക്കറിയാം. ഞാനത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാ. ആ സ്വഭാവം പെട്ടെന്നൊന്നും മാറ്റാനും പറ്റില്ല. കുട്ടികളായാൽ ഇത്തിരി കുസൃതികളൊക്കെ വേണം. അയാൾ അവൾക്ക് പിന്തുണ കൊടുത്തു. താങ്ക്സ് അങ്കിൾ. എൻ്റെ മമ്മിക്ക് വിവരം കുറവാണെന്നേ ഞാൻ പറയൂ. എനിക്ക് മൊബൈൽ മേടിച്ച് തന്നത് തന്നെ വേറൊരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാ. ഞാനിവിടെ ഹോസ്റ്റലിലല്ലേ, എന്നും വിളിച്ച് സുഖവിവരങ്ങൾ അറിയണ്ടേ? അതുകൊണ്ട് മാത്രം. അതാവശ്യമാണല്ലോ. രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അത് സുഖവിവരം അറിയാനൊന്നുമല്ല. പിന്നെ എൻ്റെ ഫോൺ എൻഗേജ്ഡ് ആണോ എന്നറിയാനാ. ഞാൻ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോയെന്ന്. അതൊക്കെ നിൻ്റെ തോന്നലാ അച്ചു, അയാൾ പറഞ്ഞു. അല്ല അങ്കിളെ, ഒരു ദിവസം വിളിച്ചപ്പോൾ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് വിളിച്ച് എന്നെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തു. എൻ്റെ കൂട്ടുകാരി ഹസീനയാണ് വിളിച്ചത്. ഒടുവിൽ അവളുടെ കുടുംബചരിത്രം മുഴുവൻ മമ്മി ചോദിച്ച് മനസ്സിലാക്കി. അതിൽ തെറ്റൊന്നുമില്ല അച്ചു. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ഏത് പേരൻറ്റും ചെയ്യുന്നതേ സുമചേച്ചി ചെയ്തോളൂ. പക്ഷേ എനിക്കത് വളരെ ബോറായിട്ട് തോന്നി. മനുഷ്യരായാൽ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ? കല്യാണം കഴിക്കുന്നത് വരെ പേരൻസിൻ്റെ തടവറയിൽ, കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ നിയന്ത്രണത്തിൽ. അങ്കിൾ ഒരു പുരുഷനായതുകൊണ്ട് ഞങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാകത്തില്ല, അശ്വതി പറഞ്ഞു. കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കുമോ? ഞാൻ വേറൊരു സിം എടുത്ത് ഹാൻഡ് സെറ്റിലിട്ടു. ഇഷ്ടമുള്ളവരോടൊക്കെ അതിൽ നിന്ന് സംസാരിക്കുന്നു. ചേച്ചിക്കത് മനസ്സിലായി കാണില്ല. മമ്മി വിളിക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് എന്നേ പറയൂ. മമ്മി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മേശയുടെ ഡ്രോയറിനുള്ളിൽ മൊബൈൽ വയ്ക്കും, അപ്പോൾ റേഞ്ച് കിട്ടാത്തതാണെന്ന്. കക്ഷി അതങ്ങ് വിശ്വസിച്ചു. മമ്മി വന്നു കഴിഞ്ഞാലോ? അതാ അങ്കിൾ ഇപ്പോഴെൻ്റെ നീറുന്ന പ്രശ്നം. വീട്ടിൽ ഞാനും മമ്മിയും കൂടിയാണ് താമസിക്കാൻ പോകുന്നത്. സെൻറ്റ് മേരീസിൽ അഡ്മിഷൻ എടുക്കും. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നല്ലത് തന്നെ. അഞ്ജലി ആൻറ്റിയുടെ കോളേജിൽ ചേർന്നുകൂടെ എന്ന് ഡാഡി ചോദിച്ചു. സർക്കാർ കോളേജിൽ ഡിസിപ്ലിൻ കുറവാണെന്ന് ഞാൻ വെച്ച് കാച്ചി. അതിൽ ഡാഡി വീണു. സർക്കാർ കോളേജ് അത്ര മോശമൊന്നുമല്ല. അതെനിക്കറിയാം അങ്കിൾ. അവിടെ അഞ്ജലി ആൻറ്റി ഇല്ലേ? ആൻറ്റിയുടെ ഒരു കണ്ണ് എന്നിൽ കാണും. വല്ല ഫ്രീഡവും കിട്ടുമോ എനിക്ക്? ക്ലാസ് കട്ട് ചെയ്ത് ഫിലിം കാണാനൊന്നും പറ്റില്ല. നിൻ്റെ മമ്മി വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെല്ലാം, അയാൾ ഭീഷണിപ്പെടുത്തി. അങ്കിൾ ഒരക്ഷരം പോലും പറയില്ല, അതെനിക്കുറപ്പാണ്. കാരണം അങ്കിളിനെ ഞാൻ വെറുക്കാൻ അങ്കിൾ ആഗ്രഹിക്കുമോ? ഇല്ല. ശരി, തൽക്കാലം ഞാൻ ഈ ദീർഘസംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി നേരിൽ. ബൈ ബൈ അച്ചു. അവൾ കോൾ കട്ട് ചെയ്തു. പ്രേം ശങ്കറിൽ അത്ഭുതം തോന്നി. ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. ഫൈനൽ BA ഇംഗ്ലീഷ് മെയിൻകാരുടെ ക്ലാസ് കഴിഞ്ഞ് അഞ്ജലി സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ മരിയ റോസും സീനത്തും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മരിയ. ബെർണാഡ് ഷായുടെ ഡെവിൾസ് ഡിസൈപ്പിൾ എന്ന നാടകത്തിൻ്റെ അടുത്ത സീൻ അവൾ ഒന്ന് ഓടിച്ചു വായിച്ചു കഴിഞ്ഞിരുന്നു. അതോടെ ഓർമ്മ തെളിഞ്ഞു. അഞ്ജലിയെ ആരോ വിളിച്ചിരുന്നു. 2-3 തവണ മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ടു. അവളെ കണ്ട് മരിയ പറഞ്ഞു. അതെയോ, നോക്കട്ടെ. ഹാൻഡ് ബാഗിനുള്ളിൽ മൊബൈൽ വെച്ചിട്ടാണ് അവൾ ക്ലാസ്സിൽ പോകാറുള്ളത്. മിസ്ഡ് കോൾ ഉണ്ടെങ്കിൽ തിരിച്ചു വിളിക്കും. അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി. ആദര ചേച്ചി വിളിച്ചിരിക്കുന്നു. ഹോസ്പിറ്റലിൽ ആയിരിക്കുമല്ലോ ഈ നേരത്ത്. ഡ്യൂട്ടിയിലാണെങ്കിൽ വിളിക്കാൻ സൗകര്യം കിട്ടാറില്ല. എന്താ ചേച്ചി വിളിച്ചത്? അവൾ തിരിച്ചു വിളിച്ചു. ഒന്നുമില്ല,
ഇന്നിവിടെ ലോക്കൽ ഹർത്താലാണ്. പേഷ്യൻസ് കുറവ്. സമയം കിട്ടിയപ്പോൾ വിളിച്ചെന്നേ ഉള്ളൂ. ക്ലാസ്സിലായിരുന്നു അല്ലേ? അതെ, വന്നപ്പോഴാ മിസ്ഡ് കോൾ കണ്ടത്. പ്രേം ഇന്നലെ അശോകിനെ വിളിച്ചിരുന്നെന്ന് തോന്നുന്നു. ആതിര പറഞ്ഞു. വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞു. മൂന്നാർ ടൂറിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അശോകേട്ടൻ എന്തു പറഞ്ഞു? ആകാംക്ഷയോടെ അഞ്ജലി തിരക്കി. നമുക്കൊരു യാത്ര പോയാലോ എന്ന് രാത്രിയിൽ ചോദിച്ചു. എവിടേക്കാണെന്ന് ഒന്നും അറിയാത്ത മട്ടിൽ ഞാനും ചോദിച്ചു. ഡിസംബറിൽ മൂന്നാറിൽ സീസണാണ്. നമുക്കൊരു സാറ്റർഡേ മോർണിംഗ് പോയി സൺഡേ ഈവനിങ് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഞാനത്ര വലിയ ത്രില്ലൊന്നും കാണിച്ചില്ല. അവസാനം കാല് മാറരുത് എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് ഇങ്ങോട്ടൊരു സജഷൻ. നമുക്ക് പ്രേമിനെയും അഞ്ജലിയെയും കൂടി കൂട്ടിയാലോ? ഒരു കാർ മതി, നമുക്കൊരു കമ്പനിയുമാകും. ഞാൻ പറഞ്ഞു അതൊരു നല്ല ഐഡിയ ആണെന്ന്. ഇത്രയുമായി സ്ഥിതിക്ക് അത് നടക്കും ചേച്ചി. പ്രേമിനോട് ഞാനിന്ന് പറയാം ഒരു ഫോളോ അപ്പ് നടത്താൻ. സംഭവം ലൈവാക്കി നിർത്താം. ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പറയാം. സംഭവം നടന്നാൽ നമുക്കിടയ്ക്കിടെ ഇതുപോലെ യാത്ര പോകാം. അഞ്ജലി പറഞ്ഞു. ഒരു മാറ്റമുണ്ടായാൽ നന്ന്. ശരിക്കും മടുത്തു മോളെ ഈ റുട്ടീൻ ലൈഫ്. ഒക്കെ ശരിയാകും ചേച്ചി, സമാധാനമായിട്ടിരിക്കെ. പ്രേം വേണ്ടതൊക്കെ ചെയ്തോളും. പ്രേമിനെ എനിക്കും വിശ്വാസമാണ്. നീ ലക്കി അഞ്ജലി. ആതിരയുടെ സ്വരത്തിലെ നിരാശാഭാവം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അഞ്ജലി ഒന്നും പറഞ്ഞില്ല. ശരി, സമയം കിട്ടുമ്പോൾ വിളിക്കാം. ആതിര ഫോൺ വെച്ചു. മരിയ റോസ് അവളുടെ ഫോൺ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണുകൾ പുസ്തകത്തിലായിരുന്നെന്ന് മാത്രം. വീട്ടിൽ നിന്നായിരുന്നു? ഒടുവിൽ മരിയ ചോദിച്ചു. അതെ, ചേച്ചിയെ വിളിച്ചത്. അഞ്ജലി പറഞ്ഞു. വീട്ടിൽ നിന്ന് എന്നെ ആരും വിളിക്കാറില്ല. കാരണം ഞാനൊരു അഹങ്കാരിയാണെന്നാണ് അവരുടെയൊക്കെ വിചാരം. എന്താ അങ്ങനെയൊരു ധാരണയുണ്ടാകാൻ കാരണം? അഞ്ജലി ചോദിച്ചു. ഡൈവോഴ്സിന് എൻ്റെ 2 ബ്രദേഴ്സും മൂത്ത ചേച്ചിയും പപ്പായും ഒക്കെ എതിരായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നായിരുന്നു അവരുടെ ഉപദേശം. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി വെച്ചു എന്നാണ് ഇപ്പോൾ എൻ്റെ മേലുള്ള ആരോപണം, മരിയ പറഞ്ഞു. ഡൈവോഴ്സ് ഇപ്പോൾ വളരെ കോമൺ ആയി കഴിഞ്ഞിരിക്കുന്നു, സീനത്ത് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് ആദ്യത്തെ സംഭവമായിരുന്നു. ബട്ട് ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. ഐ ആം ഹാപ്പി, റിയലി ഹാപ്പി. മരിയ പുഞ്ചിരിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. ബന്ധങ്ങൾ വഷളാകാൻ അരനിമിഷം മതി. അത് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത വിധം വളരും. വൈഫിനോ ഹസ്ബൻഡിനോ കുറച്ച് ഈഗോ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എന്തുകൊണ്ടോ ആ വിഷയം ചർച്ച ചെയ്യാൻ അഞ്ജലി ആഗ്രഹിച്ചില്ല. പെട്ടെന്ന് അടുത്ത ക്ലാസ്സിനുള്ള ബെല്ല് മുഴങ്ങി. അതോടെ മരിയ പോവുകയും ചെയ്തു. മരിയ ടീച്ചർ ഒരു അഹങ്കാരിയാണെന്ന് അഞ്ജലിക്ക് തോന്നുന്നുണ്ടോ? സീനത്ത് പെട്ടെന്ന് ചോദിച്ചു. ഇല്ല, പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായ പ്രോബ്ലംസ് കാണും സീനത്ത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അൺഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമുക്കത് വിടാം, അഞ്ജലി പറഞ്ഞു. അന്ന് പ്രേംശങ്കർ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞു. എന്താ വൈകിയേ? അവൾ തിരക്കി. ഇന്ന് സൂപ്രണ്ടിങ് എഞ്ചിനീയർ വന്നിട്ടുണ്ടായിരുന്നു. സൈറ്റിലൊക്കെ കൂടെ പോകേണ്ടി വന്നു. പുള്ളി ഇന്നിവിടെ ക്യാമ്പാണ്. ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുചെന്ന് വിട്ടിട്ടാണ് വരുന്നത്, അയാൾ പറഞ്ഞു. ആതിര ചേച്ചി ഇന്ന് വിളിച്ചിരുന്നു. നമുക്ക് സെക്കൻഡ് സാറ്റർഡേ പോയാലോ? അന്നാകുമ്പോൾ എനിക്ക് ഓഫീസില്ല, നിനക്ക് കോളേജുമില്ല. അശോകേട്ടനും ചേച്ചിക്കും ലീവ് എടുക്കേണ്ടി വരും. അത് സാരമില്ല, വിളിച്ചൊന്ന് കൺഫേം ചെയ്തിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യ്. അപ്പോൾ തന്നെ അയാൾ അശോക് കുമാറിനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ കലണ്ടർ ഒന്ന് നോക്കട്ടെ പ്രേം. സെക്കൻഡ് സാറ്റർഡേ എന്ന് പറയുന്നത് നെക്സ്റ്റ് 14th അല്ലേ? ഇനി 3 ആഴ്ച സമയമുണ്ടല്ലോ. ഓക്കെ, അന്ന് നമുക്ക് പോകാം. അശോക് കുമാർ സമ്മതിച്ചു. ഏർലി മോർണിംഗ് നമുക്ക് യാത്ര പുറപ്പെടണം. 10 മണിക്ക് മുമ്പ് അവിടെ എത്തണം. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് സൈറ്റ് സീയിങ്ങിന് പോകാം. ഞാൻ ഇതുവരെ മൂന്നാറിലൊന്നും പോയിട്ടില്ലടോ. താൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. ഓക്കെ ചേട്ടാ, എല്ലാം ഞാൻ പ്ലാൻ ചെയ്തോളാം. ടൗണിൽ തന്നെയുള്ള ഭേദപ്പെട്ട ഒരു ഹോട്ടലിൽ അപ്പോൾ തന്നെ 2 മുറികൾ പ്രേംശങ്കർ ബുക്ക് ചെയ്തു. അക്കാര്യം പിറ്റേന്ന് ആതിരയെ വിളിച്ച് അഞ്ജലി അറിയിച്ചു. തലേന്ന് നിങ്ങളിങ്ങ് വാ, ഇവിടുത്തെ കാറിൽ നമുക്ക് പോകാം, അതാണ് സൗകര്യം. ശരി ചേച്ചി, പ്രേം ഡ്രൈവ് ചെയ്താൽ മതി, അതാ എനിക്ക് വിശ്വാസം. വെളുപ്പിനാണെങ്കിലും ആരും കാണാതെ 2 എണ്ണം അടിക്കും എൻ്റെ അശോകൻ ചേട്ടൻ. അഞ്ജലി ചിരിച്ചു. അതൊന്നുമില്ല ചേച്ചി, നമുക്ക് പോയിട്ട് വരാം. സത്യത്തിൽ എനിക്കിപ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. ചിലപ്പോൾ ഇതൊരു നല്ല മാറ്റത്തിനായിരിക്കും. ഈ ട്രിപ്പ് നന്നായാൽ നമ്മൾ ഇനിയും പോകും. ചേച്ചി ബി പോസിറ്റീവ്, അഞ്ജലി പറഞ്ഞു. ശരി മോളെ, നമുക്ക് 13-ാം തീയതി കാണാം.
പിറ്റേന്ന് ദുബായിൽ നിന്ന് പ്രേം ശങ്കറെ വിജയൻ വിളിച്ചു. പ്രേം, ഞങ്ങൾ അടുത്ത 7-ാം തീയതി രാവിലെ ലാൻഡ് ചെയ്യും. വിജയൻ്റെ വീട് ക്ലീൻ ചെയ്തില്ലല്ലോ എന്ന കാര്യം അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്. സാരമില്ല, ഒരാഴ്ചത്തെ സമയം കൂടി ഉണ്ടല്ലോ. ശരി ചേട്ടാ, വീട് ക്ലീൻ ചെയ്യാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ അവരത് ചെയ്യും. പ്രേമിനൊരു നുണ പറയേണ്ടി വന്നു. സമയമുണ്ടെങ്കിൽ കൂടെ ഒന്ന് നിൽക്കണേ. കാരണം ഫർണിച്ചറൊക്കെ നല്ല വില കൊടുത്ത് മേടിച്ചതാണ്. ജോലിക്കാർ ശ്രദ്ധയില്ലാതെ വല്ലതും ചെയ്താൽ. മറ്റന്നാൾ സൺഡേ അല്ലേ, എങ്കിൽ അന്ന് ചെയ്യിക്കാം. അപ്പോൾ ഫുൾ ടൈം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റും. അത് മതി. ഉടൻ തന്നെ ഗീതാ റാണിയെ പ്രേം വിളിച്ചു. അവൾ വേഗം വന്നു. എന്താ സാർ, നമ്മുടെ ക്യാഷ്യൽ ലേബേഴ്സിന് സൺഡേ ഒന്ന് കിട്ടുമോ? 4-5 പേർ വേണം. എൻ്റെ ഒരു ബന്ധു ദുബായിലാണ്. അടുത്ത ആഴ്ച വരും. പുള്ളിയുടെ വീടൊന്ന് വൃത്തിയാക്കാനാ. അത്രയേ ഉള്ളൂ, അത് ഞാൻ അറേഞ്ച് ചെയ്യാം, അവൾ പറഞ്ഞു. പറഞ്ഞതുപോലെ ഞായറാഴ്ച വിജയൻ്റെ വീട് അവർ വന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി. പുല്ല് വെട്ടി നിരപ്പാക്കി, മുറ്റം അടിച്ചു വാരി. എല്ലാം കഴിഞ്ഞ് പ്രേം വീട്ടിൽ വന്നതോടെ സന്ധ്യയായി. ഇങ്ങനെ നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ നന്നാക്കാൻ നടന്നു. ഒരവധി ദിവസമായിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ 1 മണിക്കൂർ നേരത്തേക്ക് പോലും കിട്ടുന്നില്ല. അഞ്ജലി പരിഭവം പറഞ്ഞു. സാരമില്ല, പകലല്ലേ പോയുള്ളൂ. ഇന്നത്തെ രാത്രി നിനക്ക് മാത്രമുള്ളതാണ് എൻ്റെ പ്രിയ ഭാര്യയെ. അയാൾ പ്രണയാർദ്രനായി. പോ കള്ള. അവൾ അയാളെ കളിയായി തള്ളിമാറ്റി. തിങ്കളാഴ്ച വൈകുന്നേരം വിജയനും കുസുമവും അവരുടെ വീട്ടിലെത്തി. അന്ന് തന്നെ വിജയൻ വിളിച്ചു. നാളെ വൈകുന്നേരം പ്രേം വീട്ടിൽ കാണുമോ? കാണും ചേട്ടാ, അയാൾ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. 7 മണി കഴിഞ്ഞ്. വന്നോളൂ, രാത്രി ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അഞ്ജലിയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കഴിക്കുന്നത് വേറൊരു ദിവസം മതി. ശരി, ഇഷ്ടം പോലെ. പിറ്റേന്ന് വൈകുന്നേരം വിജയനും കുസുമവും വന്നു. അഞ്ജലി അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പ്രേം കുളിക്കുകയാണ്. ചേട്ടനും ചേച്ചിയും വരുന്ന കാര്യം പറഞ്ഞിരുന്നു. ചേച്ചി തിരിച്ചു പോകുന്നില്ലെന്നും പറഞ്ഞു. മോളെ ഇനി ഒറ്റയ്ക്കാക്കാൻ വയ്യ അഞ്ജലി, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. വിജയേട്ടൻ പോകട്ടെ, കുസുമം പറഞ്ഞു. കുസുമം ആളാകെ മാറിയിരിക്കുന്നു. പഴയ തടി കുറച്ച് ഇപ്പോൾ നല്ല ഷേപ്പിലായിട്ടുണ്ട്. മുടി സ്ട്രെയിറ്റൻ ചെയ്ത് നീളം കൂട്ടിയിരിക്കുന്നു. അച്ചു എന്താ വരാഞ്ഞത്? പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അഞ്ജലി ചോദിച്ചു. അവളിപ്പോഴും ഹോസ്റ്റലിലാണ്. നാളെ ഞങ്ങൾ പോകുന്നുണ്ട് വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോഴേക്ക് കുളി കഴിഞ്ഞ് വേഷം മാറി മുടി ചീകി വെച്ച് പ്രേം ശങ്കർ വന്നു. പ്രേമിനൊരു മാറ്റവുമില്ല, പോയപ്പോൾ കണ്ടതുപോലെ, വിജയൻ പറഞ്ഞു. അല്ല, കുറച്ചുകൂടി ചെറുപ്പമായിട്ടുണ്ട്, പെട്ടെന്ന് കുസുമം പറഞ്ഞു. അഞ്ജലി അയാളെ ഒന്ന് നോക്കി. അയാൾ പക്ഷേ അത് കണ്ടില്ല. അവർ സംസാരിച്ചിരുന്നു. ഞങ്ങൾ വന്നത് വേറൊരു കാര്യം കൂടി പറയാനാണ്. അടുത്ത 14th അച്ചുവിൻ്റെ ബർത്ത്ഡേയാണ്. വൈകുന്നേരം ഡിന്നർ നിങ്ങൾ 2 പേരും വരണം. കുഞ്ഞിനെയും കൊണ്ടുവരണം, വിജയൻ പറഞ്ഞു. അയ്യോ, അന്ന് ഞങ്ങൾ സ്ഥലത്തുണ്ടാവില്ലല്ലോ ചേട്ടാ, പ്രേം പറഞ്ഞു. എവിടെ പോകുന്നു? നിരാശയോടെ കുസുമൻ ചോദിച്ചു. 3 യാത്രയെക്കുറിച്ച് പ്രേം പറഞ്ഞു. കഷ്ടമായി പോയല്ലോ. അച്ചുവിൻ്റെ നിർബന്ധമായിരുന്നു നിങ്ങൾ 2 പേരും ഉണ്ടാവണമെന്ന്. വേറെ ആരെയും ക്ഷണിക്കുന്നില്ല. അവൾക്കിപ്പോൾ വലിയ വിഷമമാകും, കുസുമം പറഞ്ഞു. ഹോട്ടൽ വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ചേച്ചി, അഞ്ജലി പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ? നിരാശയോടെയാണ് വിജയനും കുസുമവും മടങ്ങിയത്. പിറ്റേന്ന് അശോക് കുമാർ വിളിച്ചു. ഒരു പ്രോബ്ലം ഉണ്ട് പ്രേം. എന്താണ് ചേട്ടാ? നമ്മൾ 14th മൂന്നാറിലേക്ക് പ്ലാൻ ചെയ്തേക്കുന്നേ. എനിക്ക് വരാൻ പറ്റില്ല. പ്രേം ശങ്കർ ഞെട്ടിപ്പോയി. അതെന്താ? 15th ഞങ്ങൾ ഓർത്തോ സർജന്മാരുടെ ഒരു കോൺഫറൻസ് കോഴിക്കോട് വെച്ച്. ഞാൻ ഒരു ഓഫീസ് ബെയറാണ്, വിട്ടു നിൽക്കാൻ പറ്റില്ല. ഇതറിയുമ്പോൾ എല്ലാവരും അപ്സെറ്റാകും. നിങ്ങൾ പോയിട്ട് വാ, ആതിരയും കൂട്ടിക്കോ. അതാ നല്ലത്. എന്തു പറയണമെന്നറിയാതെ പ്രേം ശങ്കർ നിന്നു. പിന്നിൽ ഒരു കാൽ പെരുമാറ്റം കേട്ട് പ്രേം ശങ്കർ തിരിഞ്ഞു നോക്കി. അഞ്ജലി വന്ന് നിൽക്കുന്നു. ചേട്ടനില്ലാതെ ആതിര ചേച്ചി വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? മൊബൈൽ ചെവിയിൽ നിന്നെടുക്കാതെ പ്രേം ചോദിച്ചു. എന്താ വരാതിരിക്കാൻ? നിങ്ങൾ അന്യരൊന്നുമല്ലല്ലോ. നിങ്ങളുടെ കമ്പനി അവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ? അത് ശരിയാവത്തില്ല ചേട്ടാ. എന്താ അവൾ നിങ്ങളുടെ കൂടെ വരുന്നത് കൊണ്ട് പ്രേമിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അശോകൻ ചോദിച്ചു. അതല്ല, നമ്മൾ 4 പേരും കുട്ടികളും കൂടി പ്ലാൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരാൾ ഒഴിവായാൽ മൊത്തത്തിലൊരു സുഖമില്ലായ്മയാണ്. അഞ്ജലി മുന്നിലേക്ക് വന്ന പ്രേമിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആരാണെന്ന് അവൾ കണ്ണുകൾ കൊണ്ട് അയാളോട് ചോദിച്ചു. പറയാം എന്നയാൾ കണ്ണുകാട്ടി. അല്ല പ്രേം, നീ നിർബന്ധിച്ച് പറഞ്ഞാൽ അവൾ വരും. എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്ക്. എനിക്ക് വരാൻ ഒരു നിവൃത്തിയുമില്ലാഞ്ഞിട്ടല്ലേ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. പ്രേം കോൾ കട്ട് ചെയ്തു. ആരായിരുന്നു? സംശയത്തോടെ അഞ്ജലി ചോദിച്ചു. നിന്റെ അശോകൻ ചേട്ടൻ. എന്താ വിളിച്ചേ?
അയാൾ കാര്യം പറഞ്ഞു. അത് കേട്ടതോടെ അഞ്ജലിയുടെ മുഖത്ത് നിന്ന് പ്രസന്നത മുഴുവൻ മാഞ്ഞുപോയി. ചേച്ചി വരില്ല, അവൾ പറഞ്ഞു. ഞാനത് പറഞ്ഞു. എനിക്ക് വയ്യ ചേച്ചിയോട് ചോദിക്കാൻ. ചേച്ചി കരയും. എനിക്കത് കേൾക്കാൻ വയ്യ. പ്രേം നിശബ്ദനായിരുന്നതേ ഉള്ളൂ. മനഃപൂർവ്വം കാലുമാറിയതാണെന്നാ എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ വരാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ജെനുവിൻ റീസൺ ആയിരിക്കും, പ്രേം പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല. പിന്നെന്തിനാ അശോകൻ ചേട്ടൻ ഒഴിവാകണം? വീട് വിട്ട് എങ്ങോട്ട് പോകുന്നതിന് അശോകൻ ചേട്ടന് താല്പര്യമില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ട. അവിടെ നിന്നാൽ സ്മോൾ അടിക്കാൻ കമ്പനി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാ, അഞ്ജലി പറഞ്ഞു. നമുക്ക് ടൂർ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാം. ഇനി പുള്ളി തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യട്ടെ. അതൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി. അഞ്ജലി പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രേം പിന്നാലെ ചെന്നു. അഞ്ജു, അയാൾ വിളിച്ചു. അവൾ തിരിഞ്ഞു നിന്നു. നീ ചേച്ചിയെ ഒന്ന് വിളിക്കേ. എന്തിന്? ചേട്ടൻ വിളിച്ച കാര്യം പറ. ചേച്ചി അതറിഞ്ഞു കാണത്തില്ലെന്നാണോ പ്രേമിൻ്റെ വിചാരം? അറിഞ്ഞു കാണുമായിരിക്കും. പക്ഷേ അശോകൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞ കാര്യം നമ്മൾ പറയണ്ടേ? അയാൾ ചോദിച്ചു. എന്നോടല്ലല്ലോ പറഞ്ഞത്. എന്നെ ഇക്കാര്യത്തിൽ ഇടപെടുത്താൻ നോക്കണ്ട. ഞാൻ പറയില്ല. എങ്കിൽ പറയണ്ട. അഞ്ജലി പിന്നെ നിന്നില്ല. പ്രേം സ്വീകരണ മുറിയിൽ ചെന്നിരുന്നു. ഇതിനെല്ലാം കാരണക്കാരി അഞ്ജലി മാത്രമാണ്. അവൾ നിർബന്ധിച്ചിട്ടാണ് മൂന്നാർ യാത്ര പ്ലാൻ ചെയ്തത്. അതിലൊരു തടസ്സം നേരിട്ടപ്പോൾ അവൾ കൈയൊഴിയുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇനിയെങ്കിലും ഇടപെടരുത്, സ്വന്തം വീട്ടുകാര്യമാണെങ്കിലും. പിറ്റേന്ന് ഉച്ചയ്ക്ക് ഓഫീസിലിരിക്കുമ്പോൾ പ്രേമിനെ ആതിര വിളിച്ചു. നമ്പർ കണ്ടപ്പോൾ അയാളൊന്ന് ഞെട്ടി. എന്തു പറയാനായിരിക്കും? ഹലോ ചേച്ചി. അയാൾ ആശങ്കയോടെ കോൾ എടുത്തു. അശോകേട്ടൻ ഇന്നലെ വിളിച്ചിരുന്നു അല്ലേ? അവൾ ചോദിച്ചു. എന്നോട് പറഞ്ഞു. എനിക്ക് നിരാശയൊന്നുമില്ല പ്രേം. ഇത് ഇങ്ങനെയൊക്കെയായി തീരുകയേ ഉള്ളൂ എന്ന് നേരത്തെ തന്നെ എനിക്കറിയാമായിരുന്നു. അയാളൊന്നും മിണ്ടിയില്ല. അശോകേട്ടൻ മനഃപൂർവ്വം ഒഴിവായതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഞാനൊരു ഭാഗ്യദോഷിയാണ്. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ സമർത്ഥയായ ഒരു ഡോക്ടർ, ആവശ്യത്തിന് പണം, നല്ല വീട്, കാറ്, മിടുക്കനായ മകൻ, നല്ല പ്രാക്ടീസുള്ള ഭർത്താവ്. പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും കിട്ടുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഇതൊക്കെ പറയുന്നത്. സാരമില്ല, നമുക്ക് വേറൊരു ദിവസം. ഇല്ല പ്രേം, ഇനി ഇത്തരം പ്ലാനിങ്ങിനൊന്നും ഞാനില്ല. അഞ്ജലിയെ നിരാശപ്പെടുത്തണ്ട. നിങ്ങൾ 3 പേരും കൂടി പോയിട്ട് വരൂ. അഞ്ജലി ഇനി തയ്യാറാകുമോ എന്ന് എനിക്കറിയില്ല, അയാൾ പറഞ്ഞു. ഞാൻ അവളോട് സംസാരിക്കാം. അശോകേട്ടൻ വേറൊരു ഔദാര്യം കൂടി കാട്ടി. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ പോയിക്കൊള്ളാൻ. എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. പ്രേമിന് തൽക്കാലം ഒരു ഭാര്യയുടെ ആവശ്യമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അറിയാതെ അവളുടെ മുഖം വിളറി. എന്നെ ഒന്ന് തുറച്ചു നോക്കിയതല്ലാതെ അശോകേട്ടന് ഒരക്ഷരം പോലും മിണ്ടിയില്ല. അയാൾ നിശബ്ദനായിരുന്നതേയുള്ളൂ. ഇതൊന്നും പ്രേമിനോട് പറയാൻ പാടില്ലാത്തതാണ്. മനസ്സിൽ കൊള്ളാതെ പുറത്തു വന്നു പോയതാണ്. പക്ഷേ അശോകേട്ടന് അങ്ങനെ പറയാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ വരാൻ പാടില്ല എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ചേച്ചി. ശരി, നാളെ ഞാൻ വിളിക്കാം. ആതിര കോൾ കട്ട് ചെയ്തു. വരണമെങ്കിൽ വരട്ടെ. ഹോട്ടൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാതെ കഴിയാമല്ലോ, പ്രേം വിചാരിച്ചു. അന്ന് രാവിലെ അഞ്ജലി കോളേജിലെത്തിയപ്പോൾ സ്റ്റാഫ് റൂമിൽ മരിയ റോസും ദീപു ഭാസ്കറും ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് അഞ്ജലി. അവളെ കണ്ട് മരിയ റോസ് അഭിവാദനം ചെയ്തു. ഗുഡ് മോർണിംഗ്. അവൾ അത് തിരിച്ചു നൽകി. അഞ്ജലി ചെന്ന് അവളുടെ സീറ്റിലിരുന്നു. ക്ലാസ് തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പുറത്തുപോയ കുട്ടികളുടെ സംസാരം കേൾക്കുന്നുണ്ട്. മരിയ റോസ് അഞ്ജലിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൾക്ക് എന്നുമുള്ള പ്രസന്നതയില്ലെന്ന് മരിയ കണ്ടുപിടിച്ചു. എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. മരിയ മെല്ലെ എഴുന്നേറ്റ് അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്നു. അഞ്ജലി മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. ഞാൻ സൈക്കോളജി ഒന്നും പഠിച്ചിട്ടില്ല, പുഞ്ചിരിയോടെ മരിയ പറഞ്ഞു. അഞ്ജലിക്ക് ഒന്നും മനസ്സിലായില്ല. മരിയ ഒരു കസേര നീക്കിയിട്ട് അവളുടെ അടുത്തിരുന്നു. ബട്ട് ഐ സസ്പെക്റ്റ് യു ഹാഡ് ആൻ ആർഗ്യുമെൻറ്റ് വിത്ത് യുവർ ഹസ്, മരിയ പറഞ്ഞു. വെൻ? പിടികിട്ടാതെ അഞ്ജലി ചോദിച്ചു. ലാസ്റ്റ് നൈറ്റ്? നോ. യെസ് യുവർ ഐസ് ഓൺ ലൈ. കണ്ണുകൾ കണ്ടാൽ അറിയാം ഇന്നലെ ആവശ്യത്തിന് ഉറക്കം കിട്ടിയിട്ടില്ലെന്ന്. അഞ്ജലി ഒന്ന് ചിരിച്ചു. അതൊരു വിളറിയ ചിരിയായിരുന്നു. ഏയ്, പ്രേമുമായിട്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാകാറില്ല. എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം പ്രേം ചെയ്യാറില്ല, അതുപോലെ മറിച്ചും. പക്ഷേ മനസ്സിനെ എന്തോ പ്രയാസപ്പെടുത്തുന്നുണ്ട്. മരിയയോട് പറയണോ അക്കാര്യം? അവൾ ഒന്ന് സംശയിച്ചു. അത് തികച്ചും കുടുംബകാര്യമല്ലേ? ഓ, അതാണോ? ചേച്ചിയും ഫാമിലിയും ഒത്ത് ഞങ്ങളൊരു മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു നെക്സ്റ്റ് സാറ്റർഡേ. അത് മുടങ്ങിപ്പോയി.
അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. അല്ലാതെ എന്താ മുടങ്ങിയത്? ചേച്ചിയുടെ ഹസ്ബൻഡിന് വേറൊരു അത്യാവശ്യ പ്രോഗ്രാം വന്നു ഓൺ സൺഡേ. അത് കാരണം ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത്രയേ ഉള്ളൂ. വേറൊരു ദിവസം പോകാമല്ലോ. അതെ, കൂടുതലൊന്നും മരിയ ടീച്ചറിനോട് പറയേണ്ട കാര്യമില്ല. ചേച്ചിയാണ് വല്ലാതെ അപ്സെറ്റ് ആയതെന്ന് ടീച്ചർ എന്തിനറിയണം? മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഞ്ജലിക്ക് എന്തെങ്കിലും ഇൻറ്റിമേഷൻ വന്നോ? പെട്ടെന്ന് ഓർത്തതുപോലെ റോസ് ചോദിച്ചു. ഇല്ല. ഫ്രഷൻ കോഴ്സിന് സെലക്ഷൻ കിട്ടിയവരുടെ ലിസ്റ്റ് ആയിട്ടുണ്ടെന്ന് സെൻറ്റ് തെരാസാസിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ രാത്രിയിൽ വിളിച്ചപ്പോൾ പറഞ്ഞു. നമ്മളെ അറിയിക്കാതിരിക്കുമോ? അഞ്ജലി ചോദിച്ചു. പിന്നില്ലേ, ഇൻ അഡ്വാൻസ്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ? ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് AC ബസ്സിൽ പോകാം, മരിയ പറഞ്ഞു. എനിക്ക് മൈസൂരിലൊരു പരിചയവുമില്ല. ഞാൻ കൂടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ അഞ്ജലി പേടിക്കുന്നേ? ബാംഗ്ലൂരിലും മൈസൂരിലും ഒക്കെ ഞാൻ കുറേ കറങ്ങിയിട്ടുണ്ട്. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ പഠിക്കുന്ന കാലത്ത്. അത് കേട്ടപ്പോൾ അഞ്ജലിക്ക് സമാധാനമായി. ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലടിച്ചു. എനിക്ക് ഫസ്റ്റ് അവറുണ്ട് സെക്കൻഡ് BAക്ക്. മരിയ റോസ് എഴുന്നേറ്റ് പോയി. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അഞ്ജലി വിശ്രമിക്കുമ്പോഴാണ് ആതിര വിളിച്ചത്. ചേച്ചി. അവൾ ഉടൻ കോളെടുത്തു. ഫ്രീ ആണോ മോളെ നീ? അതേ ചേച്ചി, ലഞ്ച് ബ്രേക്കാണ്. ഞാൻ വീട്ടിൽ വന്നതേ ഉള്ളൂ. സാധാരണ ഈ നേരത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കാറില്ല. ഇന്നലെ ഞാൻ പ്രേമിനെ വിളിച്ചിരുന്നു. പറഞ്ഞോ? പറഞ്ഞു. ഞാൻ വരുന്നില്ല മോളെ, നിങ്ങൾ പോയിട്ട് വരൂ. ഞങ്ങൾ കാരണം നിൻ്റെ സന്തോഷം മാറ്റിവെക്കണ്ട, ആതിര പറഞ്ഞു. ഇല്ല ചേച്ചി, ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. സത്യത്തിൽ ഇത് പ്ലാൻ ചെയ്തത് എനിക്കറിയാം. അശോകേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൂടെ ഞാനും വന്നാലോ എന്ന് ആലോചിച്ചതാ, ഒരു വാശിക്ക്. പക്ഷെ വേണ്ട. ആര് വിചാരിച്ചാലും ചിലരുടെ ജാതകം തിരുത്താൻ പറ്റില്ല. ചേച്ചി, പ്രേമിനെ പോലെ ഒരാളെ കിട്ടിയ നീ ഭാഗ്യവതിയാണ്. എനിക്കതിൽ സന്തോഷവുമുണ്ട്. നിങ്ങൾ പോയിട്ട് വരൂ. വേണ്ട ചേച്ചി, നമുക്ക് മറ്റൊരു ദിവസം പോകാം. നിരാശപ്പെടരുത്. എനിക്ക് ആശയുണ്ടായിട്ട് വേണ്ടേ നിരാശപ്പെടാൻ? ശരി മോളെ, ഞാൻ വിളിച്ച കാര്യം പ്രേമിനോട് പറയണേ. കഴിച്ചില്ല. 3-ന് പേഷ്യൻസ് വന്നു തുടങ്ങും. ശരി ചേച്ചി. അങ്ങനെ ആ പദ്ധതിയുടെ അന്ത്യമായി. അന്ന് വീട്ടിൽ ചെന്നപ്പോഴാണ് പ്രേമിൻ്റെ കസിൻ കുസുമ ചേച്ചി വന്ന് മോളുടെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചിട്ട് പോയ കാര്യം അയാൾക്ക് ഓർമ്മ വന്നത്. 14-ാം തീയതി ഡിന്നറിനാണ് അവർ ക്ഷണിച്ചത്. മൂന്നാർ യാത്ര കാരണം വരാൻ പറ്റില്ലെന്ന് അവരോട് പറയുകയും ചെയ്തു. പ്രേമിന് താല്പര്യമുണ്ടെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷന് പോകാം. അയാൾ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അക്കാര്യം അവൾ സൂചിപ്പിച്ചു. ശരി, പോയി കളയാം. നമ്മളന്ന് എന്തായാലും ഫ്രീ ആണല്ലോ, അയാൾ പറഞ്ഞു. അടുത്ത ഭാഗം നാളെ.